പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങൾ വന്നപ്പോ പരിഹസിക്കുന്നവരുണ്ടല്ലോ, മുസ്ലിമീങ്ങൾക്ക് മാത്രം പരീക്ഷണം എന്ന് പറയുന്നവരുണ്ടല്ലോ. അറിയുക, ആ പരീക്ഷണങ്ങളെ ഫലസ്തീനികളെ പിറകോട്ട് വലിപ്പിച്ചോ? ആ പരീക്ഷണങ്ങളെ അവരുടെ ദീനിൽ നിന്ന് അവർ പിറകോട്ട് പോയോ? ഇസ്ലാം ആയതുകൊണ്ടാണ് പരീക്ഷണം, മുസ്ലിം ആയതുകൊണ്ടാണ് പരീക്ഷണം, അതുകൊണ്ട് ഞങ്ങളിതാ നമസ്കാരം മാറ്റിവെക്കുന്നു എന്ന് അവർ തീരുമാനിച്ചോ? നിങ്ങൾ കാണുന്നില്ലേ, തകർന്ന കൂരയിൽ, പൊളിഞ്ഞ കൂരയിൽ അവരുടെ ആ കോൺക്രീറ്റ് പാളികൾ നീക്കി മുസല്ല വിരിച്ച് നെറ്റിത്തടം സുജൂദിൽ വെക്കുന്ന, നെറ്റിത്തടം പടച്ചറപ്പിന്റെ മുന്നിൽ വെക്കുന്ന ഫലസ്തീനി കുട്ടികളെ നിങ്ങൾ കാണുന്നില്ലേ? ഈ പരീക്ഷണങ്ങൾ വിശ്വാസിക്ക് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. എസിയുടെ തണുപ്പിൽ മൂടിപ്പുതച്ച് കിടക്കുന്ന മുസ്ലിം സഹോദര, ചിന്തിക്ക്. ഫലസ്തീനിന്റെ തെരുവിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്ന മുസൽമാന്റെ ഈമാൻ എവിടെ? ഫലസ്തീനിന്റെ തെരുവിൽ ശരീരത്തിൽ രക്തം പൊടിയുമ്പോഴും ബാങ്കുലി മുടങ്ങുമ്പോ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന ഫലസ്തീനി ബാലന്റെ ഈമാൻ എവിടെ? നമ്മുടെ ഈമാൻ എവിടെ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അവിടെ ആത്മഹത്യയിലേക്ക് മുസ്ലിം സമൂഹം മാറിയോ? ചെറിയ പ്രയാസത്തിന് വേണ്ടി, ചെറിയ സങ്കടങ്ങളുടെ പേരിൽ കയറെടുത്തു പോകുന്ന, സുഖസൗകര്യങ്ങളിൽ കഴിയുന്ന ആധുനിക മനുഷ്യരെ ഫലസ്തീനിന്റെ തെരുവുകളിൽ ഏത് മുസ്ലിം ബാലനാണ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് അവർ തീരുമാനിച്ചോ? ഇല്ലല്ലോ. അവരുടെ ഈമാൻ വർദ്ധിപ്പിച്ചുവെങ്കിൽ ഈ വിശ്വാസം അത് ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിർത്തുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ കാലം കടന്നുപോകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. ലയബ്ലുഗന്ന ഹാദൽ അംറ മാ ബലഗൽ ലൈല വന്നഹാർ. രാത്രിയും പകലും ഏതെല്ലാം ദേശങ്ങളിലേക്ക് എത്തുന്നുവോ, സൂര്യൻ ഏതെല്ലാം ദിക്കുകളിൽ പ്രവചരിയുന്നുവോ, രാത്രി ഏതെല്ലാം ദേശങ്ങളിലേക്ക് എത്തുന്നുവോ, ആ പ്രദേശങ്ങളിൽ, ആ നാടുകളിൽ, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തും. വലാ യത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ. ഇതാ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് നിർമ്മിച്ച മണിമാളികകളുണ്ടല്ലോ, രാജകൊട്ടാരങ്ങളുണ്ടല്ലോ, കൊട്ടാരങ്ങളിൽ ഇസ്ലാമെത്തും, പാവപ്പെട്ടവന്റെ കുടിലുകളിൽ ഇസ്ലാമെത്തും. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, എല്ലാ ദിക്കുകളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശം എത്തുക തന്നെ ചെയ്യും. ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണെങ്കിൽ കണ്ണീർ കഥകൾ യാത്രയാകും, ഖുദ്സ് ചിരിക്കും, ഒലിവിനിയും തളിർക്കും. അഖ്സയിൽ ബിലാൽ റളിയല്ലാഹു തആല മുടക്കിയ ബാങ്കുലികൾ ഇൻഷാ അല്ലാഹ് ഖുദ്സിന്റെ മണ്ണിൽ ഇനിയും മുടങ്ങും. പ്രവാചകന്മാർ മുസല്ല വിരിച്ച ഖുദ്സിന്റെ മണ്ണിൽ മുസ്ലിമീങ്ങൾ മുസല്ല വിരിക്കും, അവിടെ സുജൂദ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണെങ്കിൽ അത് പുലരുക തന്നെ ചെയ്യും. ആ വിശ്വാസം മുസ്ലിം സഹോദരന്മാർക്കുണ്ട്.